ഇവിടെ ഒരാൾ തന്റെ ഫ്രണ്ട് പറഞ്ഞിട്ടും കേൾക്കാതെ ഗേൾ ഫ്രണ്ടിന്റെ പാരന്റ്സിനെ പരിചയപ്പെടുന്നതിനായി അവളുടെ വീട്ടിലേക്ക് പോകുന്നു. അവിടെ ചെന്നത് മുതൽ അവൻ എന്തോ പന്തികേട് തോന്നുന്നു. അവിടെ ഇവനെ പോലെ വേറെയും കറുത്തവർഗ്ഗക്കാരെ കാണുമെങ്കിലും എല്ലാവരും വളരെ വ്യത്യസ്തമായാണ് ബിഹേവ് ചെയ്യുന്നത്. അവിടെ അവന്റെ ഗേൾ ഫ്രണ്ടിന്റെ ഫാമിലി മെമ്പേഴ്സ് വീക്കെൻഡിൽ പാർട്ടി നടത്തുന്നതിനായി ആ വീട്ടിലേക്ക് വരുന്നു. അതിലുണ്ടായിരുന്ന ഒരു കറുത്തവർഗ്ഗക്കാരനെ അവൻ ഫോട്ടോ എടുത്തപ്പോൾ ഫ്ലാഷ് ലൈറ്റ് അടിച്ചതും അയാളുടെ മൂക്കിൽ നിന്ന് ബ്ലഡ് വരുന്നു. മാത്രമല്ല അയാളുടെ സ്വഭാവവും ചേഞ്ച് ആവുന്നു. അയാൾ പെട്ടെന്ന് വയലന്റ് ആയി ഇവനോട് അവിടെ നിന്ന് പോകാൻ പറയുന്നു. ഈ സംഭവത്തോടെ ഇവൻ ആ വീട്ടിൽ നിൽക്കാൻ പ്രയാസം തോന്നുന്നു. അന്ന് രാത്രി തന്നെ അവനും ഗേൾ ഫ്രണ്ടും തിരിച്ചു പോകാൻ തീരുമാനിക്കുന്നു. അങ്ങനെ അവൻ ഡ്രസ്സ് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു കബോർഡ് തുറന്നിരിക്കുന്നത് കണ്ട് പോയി നോക്കുന്നു. അതിനകത്തൊരു ബോക്സിൽ ഇവന്റെ ഗേൾ ഫ്രണ്ട് ഒത്തിരി കറുത്തവർഗ്ഗക്കാരോടൊപ്പം എടുത്ത ഫോട്ടോസ് ഇരിക്കുന്നു. ആക്ച്വലി അവളുടെ ഫാമിലി കറുത്തവർഗ്ഗക്കാരെ ട്രാപ്പിലാക്കി ഇവിടേക്ക് കൊണ്ടുവരുന്നതാണ്. എന്തിനാണെന്ന് വെച്ചാൽ ഇവരുടെ ഫാമിലിയിലെ മരിക്കാറായവരുടെ മെമ്മറീസ് കറുത്തവർഗ്ഗക്കാരുടെ തലച്ചോറിലേക്ക് മാറ്റുന്നു. അപ്പോൾ അവരുടെ ആ ഫാമിലി മെമ്പർ ഇയാളായി ജീവിക്കാൻ തുടങ്ങുന്നു. അവർ ഇവനെയും ട്രാപ്പിലാക്കി കെട്ടിയിടുന്നു. അവസാനം ഓപ്പറേഷൻ നടക്കേണ്ട ദിവസം അവൻ എല്ലാവരെയും കൊന്നിട്ട് അവിടെ നിന്ന് ഒരു വിധത്തിൽ രക്ഷപ്പെടുന്നു.